Hi guys, my name is Hari Krishnan. I am your fitness tutor. So we are going to start our first class. What is fitness? But before that, I am going to ask a simple question. What is health? എന്താണ് ആരോഗ്യം? നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത്, ഫിറ്റ്നസ് ആൻഡ് GPP എന്നാണ്. അപ്പോൾ വാട്ട് ഈസ് ഹെൽത്ത്? ഹെൽത്ത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? സിംപ്ലി ഹെൽത്ത് ഈസ് ആബ്സെൻസ് ഓഫ് ഡിസീസസ് എന്ന് പറയാം. ഡിസീസസിൻ്റെ ഒരു ബയോളജിക്കൽ ടേമാണ് പെത്തോളജി. ഓക്കെ, പെത്തോളജി എന്ന് പറഞ്ഞാൽ ഡിസീസസ് എന്നാണ് ബയോളജിക്കലി പറയുന്നത്. അപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഡിസീസസ് എന്ന് പറയാം. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നോർമൽ ഫങ്ഷൻ ഓഫ് ദ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ സാധാരണ നടക്കുന്ന ഫങ്ഷൻസിനെയാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ പെത്തോളജി എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ഫങ്ഷൻ ഓഫ് ദ ബോഡി. പെത്തോജൻസ് എന്ന് വെച്ചാൽ ബാക്ടീരിയ, ശരീരത്തിൽ അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് പെത്തോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പെത്തോളജി അബ്നോർമൽ ഫങ്ഷൻ ഓഫ് ദ ബോഡി. ഓക്കെ, ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ഫിറ്റ്നസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബീയിങ് ഫിറ്റ്? എന്താണ് ഫിറ്റ് ആയിരിക്കാനുള്ള എന്നതിൻ്റെ അർത്ഥം? ഓക്കെ, എന്ത് പറയാം? നമുക്ക് ഫിറ്റ്നസ് എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഫിസിക്കൽ ക്യാപ്പബിലിറ്റി. ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കായിക ക്ഷമത, അതൊരു സ്പെസിഫിക് ടാസ്ക്. ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ടാസ്കിനെ അടിസ്ഥാനമാക്കിയാണ്. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഫിറ്റായിരിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു സ്പെസിഫിക് ടാസ്കിനെ അടിസ്ഥാനമാക്കിയാണ് ഇഫ് യു ആർ ഫിറ്റ് ഓർ നോട്ട്, നമ്മൾ ഫിറ്റാണോ അല്ലയോ എന്ന് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിറ്റ്നസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഫിസിക്കൽ ക്യാപ്പബിലിറ്റി. ഫിറ്റ്നസ് ഈസ് ടാസ്ക് സ്പെസിഫിക്. നമുക്ക് ഫിറ്റ് ഫോർ എ പർട്ടിക്കുലർ ടാസ്ക്, ഒരു ടാസ്കിന് മാത്രമേ എല്ലാവർക്കും ഒന്നോ രണ്ടോ ടാസ്കുകൾ മാത്രമേ ഫിറ്റായിരിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഫിറ്റായിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ വേണമെങ്കിൽ നമുക്ക് ഉസൈൻ ബോൾട്ട് റണ്ണിങ്ങിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒരാളാണ്. ഹീ ഈസ് ഫിറ്റ് ഇൻ റണ്ണിങ്. ആൻഡ് വേറൊരു കളിക്കാരനെ എടുക്കാൻ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീൽഡിലുള്ള ഒരാളെ എടുക്കാനാണെങ്കിൽ അയാൾ, ഇപ്പോൾ നമുക്ക് മൈക്കൽ ഫിലിപ്സിനെ എടുത്ത ഒളിമ്പിക് സ്വിമ്മറാണ്, സ്വിമ്മിങ്ങിൽ ഫിറ്റാണ്. ഈ രണ്ടുപേരും അവരവരുടെ മേഖലയിലാണ് ഫിറ്റ്. ഇപ്പോൾ ഉസൈൻ ബോൾട്ട് സ്വിമ്മിങ്ങിൽ ഫിറ്റല്ല. ഓക്കെ, അപ്പോൾ ഒരു ഫിറ്റ്നസ് പ്രൊഫഷൻ, നിങ്ങളൊരു ഫിറ്റ്നസ് പ്രൊഫഷൻ എന്ന നിലയിൽ നിങ്ങളുടെ അടിസ്ഥാനമായ പ്രൈമറി ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ക്ലയൻറ്റിൻ്റെ ജീവിതം എങ്ങനെ, ക്ലയൻറ്റിൻ്റെ ലൈഫിൻ്റെ ക്വാളിറ്റി, വി ഹാവ് ടു പ്രൊവൈഡ് എ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ക്ലയൻസിന് നമുക്കൊരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. എങ്ങനെയൊക്കെ? ഫങ്ഷണൽ പെർഫോമൻസ്, അയാളുടെ പെർഫോമൻസും ഫങ്ഷണാലിറ്റിയും അടിസ്ഥാനമാക്കി അയാളുടെ ക്വാളിറ്റിയെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം? എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പെട്ടെന്ന് പ്രായമാവാതിരിക്കുക. ഓക്കെ, നമ്മൾ എല്ലാവർക്കും പെട്ടെന്ന് വയസ്സാവാതിരിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ വി വാണ്ട് ടു കോമ്പാക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പൊരുതണം, നമുക്ക് ഏജിങ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ പൊരുതണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്കൊരു ബേസ് ഗോൾ എന്ന് പറയാം. ഫിറ്റ്നസ് പ്രൊഫഷൻ്റെ ഒരു ബേസ് ഗോളായിട്ട് ഇത് രണ്ടും കണക്കാക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രായമാവാതിരിക്കാമെന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ പ്രായത്തിനെ നമുക്ക് എങ്ങനെയൊക്കെ തരം തിരിക്കാം? ടൈപ്സ് ഓഫ് ഏജ്, പ്രായത്തിനെയല്ല, അല്ലെങ്കിൽ നമുക്ക് വയസ്സിനെ എന്തൊക്കെ രീതിയിൽ കണക്കാക്കാം? നമുക്ക് വയസ്സിനെ രണ്ട് തരത്തിൽ പറയാം, ക്രോണോളജിക്കൽ ഏജ് എന്നും ഫിസിക്കൽ ഏജ് എന്നും. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച മാസങ്ങളും വർഷങ്ങളും കണക്കാക്കി നമ്മൾ തന്നെ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ ഓരോ വയസ്സ് ഇൻക്രീസ് ചെയ്ത് കണക്കാക്കി പറയുന്നതിനാണ് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ്, ഒരാളുടെ ശരീരത്തിൻ്റെ ഘടനയെ അടിസ്ഥാനമാക്കി പറയുന്നതാണ് ഫിസിക്കൽ ഏജ്. അപ്പോൾ ക്രോണോളജിക്കൽ ഏജും ഫിസിക്കൽ ഏജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് പറയാം. ഒരു ഡിഫറൻസ് നമുക്ക് പറയാനാണെങ്കിൽ ക്രോണോളജിക്കൽ ഏജ് നമ്പേഴ്സിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ നമ്പേഴ്സ്. ഫിസിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫിസിക്കൽ സ്റ്റേറ്റ്, അയാളുടെ ആരോഗ്യനിലയെ കണക്കാക്കിയാണ് നമുക്ക് ഫിസിക്കൽ ഏജിനെ പറയാം. പിന്നെ ക്രോണോളജിക്കൽ ഏജ് നമ്മുടെ കാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. ഡിപ്പെൻഡഡ് ഓൺ ടൈം. കാലം ചെല്ലുന്തോറും നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കും. പക്ഷേ ഫിസിക്കൽ ഏജ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത രീതികളും ശൈലികളെയും ആസ്പദമാക്കിയാണ് ഫിസിക്കൽ ഏജിനെ നമുക്ക് പറയാം. പിന്നെ ക്രോണോളജിക്കൽ ഏജ് നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഇത് കൺട്രോളബിൾ അല്ല. ക്രോണോളജിക്കൽ ഏജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഫിസിക്കൽ ഏജിനെ നമുക്ക് ഒരു പരിധി വരെ, അല്ലെങ്കിൽ നമുക്കൊരിക്കലും വയസ്സിനെ ചെറുത്ത് നിർത്താൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ ഡീക്ലൈൻ, അതിൻ്റെ ഡിക്രീസ്, ഇതിനെ നമുക്ക് ആഘാതത്തിനെ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഏജിനെ എത്ര രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഏജ് നമുക്ക് ഏജിനെ ഒരു 4 രീതിയിൽ ഏജിനെ നമുക്കൊരു 4 രീതിയിൽ പറയാം. കിഡ്സ് എന്ന് പറയാം, ടീനേജ്, അഡൽട്സ് ആൻഡ് ഓൾഡർ അഡൽട്സ് എന്ന് വെച്ചാൽ കുട്ടികൾ, കിഡ്സ് കൊച്ചുപ്രായം, പിന്നെ ടീനേജായിട്ട് പറയാം, പിന്നെ അഡൽട്സ് കൗമാരപ്രായം, പിന്നെ വാർദ്ധക്യം, ഓൾഡ് ഏജിനെ നമുക്ക് ബയോളജിക്കൽ ജെറിയാട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു 10 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് വരെ നമുക്ക് കിഡ്സ് എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10+, ഒരു 12 തൊട്ട് ഒരു 20 ആ റേഞ്ച് വരെ നമുക്ക് ടീനേജ് എന്ന് പറയാം. 21 വരെ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അതിനെ ഒരു 23+ തൊട്ട് ഒരു 55 റേഞ്ച് വരെ നമുക്ക് അഡൽട്സ് എന്ന് പറയാം, 50 വരെ. പിന്നെ അത് കഴിഞ്ഞ് പ്ലസ് നമുക്ക് ഓൾഡർ അഡൽട്സ് അല്ലെങ്കിൽ ജെറിയാട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ടൈം, ഇതിൽ നമ്മുടെ പീക്ക് സ്റ്റേജ് എന്ന് പറയുന്നത് ആ 25 to 20, ആ ഇൻ ബിറ്റ്വീൻ ദാറ്റ് ടൈം ആണ് നമ്മുടെ ബെസ്റ്റ് സ്റ്റേറ്റ്, നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ് ബെസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ടൈം നമ്മൾ കൂടുതൽ നമ്മളെ ഫിറ്റ്നസ്സും ഫുഡ് ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ ആ പ്രായത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ് ഡീക്ലൈൻ, താഴോട്ട് പോകുന്ന ആ ഒരു പ്രതിഭാസത്തെ നമുക്ക് കൺട്രോൾ ചെയ്ത് ആ ഒരു സ്റ്റേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒരുപാട് പ്രായമാകുന്നതിന് സ്റ്റേറ്റിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അതിനെയാണ് നമുക്ക് ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത്. ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് സർവീസ് ഓർ വർക്ക്. നമുക്ക് ലോഞ്ചിവിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്യൂറേഷനെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരിധി ആകുമ്പോഴത്തേക്കും, ഇപ്പോൾ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പരിധി ആകുമ്പം നമ്മുടെ ആ ഒരു പ്രായം കഴിയുമ്പോഴാണ് റിട്ടയർമെൻറ്റ്. നമുക്ക് സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു ചുറുചുറുപ്പെല്ലാം നശിക്കാറാവുമ്പോഴാണ് നമ്മുടെ റിട്ടയർമെൻറ്റ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ടു കണ്ടിന്യൂ ഡൂയിങ് വാട്ട് യു ലവ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഫിറ്റ്നസ് ലെവൽ. നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാനുള്ളത് നമ്മുടെ ഫിറ്റ്നസ് ലെവലിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. നമുക്ക് ഡെയിലി ലൈഫ് ആക്ടിവിറ്റിക്ക് ഒരു റിട്ടയർമെൻറ്റേ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഒരു റിട്ടയർമെൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ഒരു റിട്ടയർമെൻറ്റേ ഇല്ല. നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റിനനുസരിച്ചാണ് ആ റിട്ടയർമെൻറ്റ് നമുക്ക് കണക്കാക്കുന്നത്. ലോഞ്ചിവിറ്റി ഈ സ്റ്റേയിങ് ആക്റ്റീവ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫിസിക്കൽ ഏജ്. നമ്മുടെ ആ ഒരു ലോങ് ലൈഫ്, ആ ഒരു ഹെൽത്തി ലോങ് ലൈഫ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫിസിക്കൽ ഏജിനെ ആസ്പദമാക്കിയാണ്. സ്റ്റേയിങ് ആക്റ്റീവ്, നമ്മൾ എത്രത്തോളം ആക്റ്റീവും ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും ആ ഒരു ഫിസിക്കൽ ഏജിൽ, നമ്മുടെ ആ ഒരു ഹെൽത്തി ഏജിൽ, അതനുസരിച്ചായിരിക്കും നമ്മൾ ലോഞ്ചിവിറ്റി കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിറ്റ്നസ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം.
നമ്മുടെ ഫിറ്റ്നസിൻ്റെ കോർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ദ സ്ട്രെങ്ത്, പെർഫോമൻസ് ആൻഡ് അഡാപ്റ്റേഷൻ ഓഫ് ദ ബോഡി വയ മസിൽ ഹൈപ്പർട്രോഫി. നമ്മുടെ സ്ട്രെങ്ത്, പെർഫോമൻസും നമ്മുടെ മസിൽ ഹൈപ്പർട്രോഫി, അത് ഞാനിനി പറഞ്ഞു തരാം. നമ്മുടെ മസിൽ ഹൈപ്പർട്രോഫി എന്താണെന്ന് അത് ഇനി വരുന്ന അടുത്ത ടേം അതാണ്. നമ്മുടെ പെർഫോമൻസും ബാക്കി കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് ഫിറ്റ്നസ്സിലൂടെ നമ്മൾ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ബോഡിയുടെ മസിൽ ഹൈപ്പർട്രോഫി അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ബോൺ ഡെൻസിറ്റി, എല്ലുകളുടെ സ്ട്രെങ്ത്തും അതിൻ്റെ ദീർഘകാലത്തേക്കുള്ള ആ ഒരു സ്ട്രെങ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫിറ്റ്നസ് കൊണ്ട്. പിന്നെ ഇൻക്രീസ് ഇൻ ജോയിൻറ്റ് സ്ട്രെങ്ത്, ജോയിൻസിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും നല്ലൊരു ഫിറ്റ്നസ് ആക്ടിവിറ്റികൾ കൊണ്ട്. പിന്നെ എബിലിറ്റി ഓഫ് ദ ബോഡി ടു ടോളറേറ്റ് മിസ്യൂസ്. ഓക്കെ, നമുക്ക് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീലി മൂവബിൾ, ജോയിൻസിനെല്ലാം ഫ്രീലി മൂവ് ചെയ്യാനും, ജോയിൻസ് ആയാലും മസിൽസ് ആയാലും ബോഡി പാർട്സൊക്കെ നമുക്ക് ഫ്രീലി മൂവ് ചെയ്യാനും ഈസിലി അത് നമുക്ക് ആക്റ്റീവാക്കി വെക്കാനും സാധിക്കും. പിന്നെ ഇൻക്രീസ് ഇൻ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ എൻഡ്യൂർ എന്ന് പറയുമ്പോൾ സ്റ്റാമിന. നമുക്ക് നമ്മുടെ സ്റ്റാമിനയെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇംപ്രൂവ്ഡ് മൊബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് ഫ്രീലി മൂവ്, നമ്മുടെ ജോയിൻസും ബാക്കിയുള്ള ബോഡി പാർട്സും ഒക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനും ഈസിലി നമുക്കതൊക്കെ ജോയിൻസൊക്കെ ഈസിലി മൂവ് ചെയ്യാനും സാധിക്കും. പിന്നെ ആൻറ്റി ഏജിങ്, നമുക്ക് ഏജിങ്ങിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ബെനിഫിറ്റ്സ് ഓഫ് ഫിറ്റ്നസ്. അപ്പോൾ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് ഫിറ്റ്നസ്സിൽ പറയുന്നത്. ഇൻക്രീസ് ഇൻ ദ സ്ട്രെങ്ത്, പെർഫോമൻസ് ആൻഡ് അഡാപ്റ്റേഷൻ ഓഫ് ദ ബോഡി വയ മസിൽ ഹൈപ്പർട്രോഫി, ഇൻക്രീസ് ഇൻ ബോൺ ഡെൻസിറ്റി, ഇൻക്രീസ് ഇൻ ജോയിൻറ്റ് സ്ട്രെങ്ത്, ഇൻക്രീസ് എബിലിറ്റി ഓഫ് ദ ബോഡി ടു ടോളറേറ്റ് മിസ്യൂസ്, ഇൻക്രീസ് ഇൻ എൻഡ്യൂറൻസ്, ഇംപ്രൂവ്ഡ് മൊബിലിറ്റി, ആൻറ്റി ഏജിങ്. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയുന്നത് സ്പോർട്സും ഫിറ്റ്നസ്സും. സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ്. ഇപ്പോൾ നമ്മൾ ഒരു സ്പോർട്സ് പേഴ്സൻ്റെ ചോദിച്ചാൽ ഞാൻ സ്പോർട്സ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഫിറ്റായിട്ടിരിക്കുന്നു എന്നാണ് ഒരു 90% ആൾക്കാരും പറയുന്നത്. പക്ഷേ അതല്ല, സ്പോർട്സും ഫിറ്റ്നസ്സും രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കായികമാണ്. ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ക്യാപ്പബിലിറ്റി, ആ ടാസ്ക്, നമുക്ക് ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനുള്ള കഴിവ് എത്രത്തോളമുണ്ട് എന്ന നിലയാണ് ഫിറ്റ്നസ്. സ്പോർട്സും ഫിറ്റ്നസ്സും രണ്ട് തരത്തിലുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ, നമുക്കിപ്പോൾ രണ്ട് പേഴ്സൺ എ ഫിറ്റ്നസ് ആക്ടിവിറ്റികളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ തൻ്റെ സ്പോർട്സ് ചെയ്യുന്നു. ഒരു പേഴ്സൺ ബി ഫിറ്റ്നസ് പരമായിട്ടുള്ള എക്സസൈസും വർക്കൗട്ടും ബാക്കി ഹെൽത്തി ഡയറ്റ് കാര്യങ്ങളെല്ലാം നോക്കി ഒരു സ്പോർട്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പേഴ്സൺ ബി ആയിരിക്കും അതിൽ ഏറ്റവും എഫിഷ്യൻറ്റ്. ഓക്കെ, ആ സ്പോർട്സിൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? Playing sports without paying attention to strength and condition reduce the longevity of an athlete. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇപ്പം നമ്മുടെ സ്ട്രെങ്ത്തും കണ്ടീഷൻ ട്രെയിനിങ്ങും അതേപോലെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും നമ്മുടെ ഫിറ്റ്നസ് പരമായിട്ടുള്ള എക്സസൈസ് ഒന്നും വർക്കൗട്ട് ചെയ്യാതെ ഒരു നമ്മുടെ സ്പോർട്സ് ആക്ടിവിറ്റി മാത്രം കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്പോർട്സിലുള്ള ലോങ് റൺ ആയിട്ട് വെച്ചാൽ ദീർഘകാലം ആ സ്പോർട്സിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ്. പിന്നെ ഫൗണ്ടേഷൻ ഫോർ ഒപ്റ്റിമൽ സ്പോർട്സ് പെർഫോമൻസ്, ഒപ്റ്റിമൽ ഫിറ്റ്നസ് എന്ന് വെച്ചാൽ നമ്മൾ ഫിറ്റ്നസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒപ്റ്റിമൽ ഫിറ്റ്നസ് സ്റ്റേറ്റിലായിരിക്കും. അയാൾ ആ വർക്കൗട്ടിൽ ആ ഒരു സ്പോർട്സിൽ ബെസ്റ്റ് ആയിട്ട് അയാൾക്ക് തിളങ്ങി നിൽക്കാൻ സാധിക്കും. ഫിറ്റ്നസ് ഈസ് നോട്ട് ദ ഔട്ട്കം ഓഫ് സ്പോർട്സ്, ഇറ്റ് ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് പ്ലേയിങ് സ്പോർട്സ്. ഞാൻ തുടക്കം പറഞ്ഞ കാര്യം, ഫിറ്റ്നസ് ഒരിക്കലും സ്പോർട്സ് കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല, ഈ സ്പോർട്സിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഫിറ്റ്നസ്സും സ്പോർട്സും ഒന്നുപോലെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് ആ സ്പോർട്സിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് സീനിയർ സിറ്റിസൺ, വയസ്സായ ആളുകൾക്ക്
വർക്കൗട്ട് ചെയ്തുകൂടാ. അവരൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ റിട്ടയർമെൻറ്റ് സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ വർക്കൗട്ടൊന്നും ചെയ്യാതെ നമ്മൾ ഒതുങ്ങിക്കൊള്ളണം എന്ന് പറയും. അതൊരു മിത്താണ്. സീനിയർ സിറ്റിസൺ ഷുഡ് നോട്ട് ടു ഡു വെയ്റ്റ് ട്രെയിനിങ്. എന്നുവെച്ചാൽ വെയ്റ്റ് ട്രെയിനിങ് ഒന്നും ഒട്ടുമേ സീനിയർ സിറ്റിസൺ ചെയ്തുകൂടാ എന്ന് പണ്ട് തൊട്ട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അതല്ല, നമ്മൾ വയസ്സാവും തോറും നമ്മളെ ഫിറ്റ്നസ് ആക്ടിവിറ്റികൾ ഇൻക്രീസ് ചെയ്യണം. നമ്മളെ വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ സെഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ആ ബോൺസും അതേപോലെ നമ്മളെ ബോഡിയും ലോഞ്ചിവിറ്റി ആയിട്ട് നമുക്ക് ആ ഒരു ഫിറ്റ്നസ് സ്റ്റേറ്റിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വയസ്സായ ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഫിറ്റ്നസ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും നമ്മുടെ വെയ്റ്റ് ട്രെയിനിങ് വയസ്സാവുമ്പോൾ നമ്മൾ കൂടുതൽ വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമ്മളെ ജോയിൻറ്റ്സ് ഹെൽത്തി ആയിട്ടും ബോൺസും അതുപോലെ തന്നെ ഫ്രീലി മൊബിലിറ്റിയും നമുക്ക് ഇൻക്രീസ് ചെയ്ത് ആ ഒരു സ്റ്റേജിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി വെയ്റ്റ് ട്രെയിനിങ്ങും വുമൺസും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് പറയുന്നത്. മിത്തെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് വുമൺസ് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ, ലിഫ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ആണുങ്ങളെ പോലെ മെയിലിനെ പോലെ ചേഞ്ച് ആവും. അതേപോലെ വിമൻസിന് വെയ്റ്റ് ട്രെയിനിങ് ചെയ്തുകൂടാ എന്നൊക്കെയാണ് പണ്ട് ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഫിസിക്കൽ അപ്പിയറൻസ്, മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഫിസിക്കൽ അപ്പിയറൻസ് ബോത്ത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹോർമോൺസ് ഹോർമോൺ അനുസരിച്ചാണ് ഇതിൻ്റെ നില വരുന്നത്, എക്സസൈസിനെ അനുസരിച്ചല്ല. അതുകൊണ്ട് വുമൺ ഒരിക്കലും എക്സസൈസ് ചെയ്താൽ മേൻ്റെ ഒരു ബോഡി നേച്ചറിലേക്ക് മാറി വരികയില്ല. ഇത് ഹോർമോൺസിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. സെക്സ് ഹോർമോൺസ്, മെന്നിന് ടെസ്റ്റോസ്റ്റിറോൺ ആണ് സെക്സ് ഹോർമോൺ, വുമണിന് ഈസ്ട്രോജനാണ് സെക്സ് ഹോർമോൺ. അപ്പോൾ ഒരിക്കലും വുമൺ വർക്കൗട്ട് ചെയ്താൽ മെന്നിനെ പോലെ ആവില്ല. അതുപോലെ തന്നെ ബെനിഫിറ്റ് ഓഫ് വെയ്റ്റ് ട്രെയിനിങ് ടു വുമൺസ് എന്ന് പറയുകയാണെങ്കിൽ, വുമൺസ് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യേണ്ടത് മെന്നിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യമാണ്. ബിക്കോസ് ഇംപ്രൂവ്സ് ഇൻ സ്ട്രെങ്ത് പെർഫോമൻസ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് കൂടുതലും ഇൻവോൾവ് ചെയ്യുന്നത് വുമൺസാണ് വീട്ടിലുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സ്ട്രെങ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വെയ്റ്റ് ട്രെയിനിങ് വിൽ ഹെൽപ്പ് ഇൻക്രീസ് ലീൻ ബോഡി മാസ്, ലീഡിങ് ടു ആൻ ഇംപ്രൂവ്മെൻറ്റ് ബോഡി കോമ്പോസിഷൻ ആൻഡ് ആസ്തെറ്റിക് അപ്പിയറൻസ്. നമുക്ക് നല്ലൊരു ഐഡിയൽ ബോഡി നമുക്ക് വുമൺസിനെ ട്രെയിനിങ് ചെയ്യുന്നതിലൂടെ ലഭിക്കും. അതുപോലെ തന്നെ നല്ലൊരു ലീൻ മാസ് എന്ന് വെച്ചാൽ യൂസബിൾ മസിൽ, നമുക്ക് സ്ട്രെങ്ത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മസിൽസ് നമുക്ക് വെയ്റ്റ് ട്രെയിനിങ്ങിലൂടെ വുമൺസിന് വീണ്ടെടുക്കാൻ സാധിക്കും. പിന്നെ പ്രിവെൻഷൻ ഓഫ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബോൺ ഡെൻസിറ്റി കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. നമ്മുടെ ബോൺസിൻ്റെ ആ ഒരു ഡെൻസിറ്റി ഡിക്രീസ് ആവും. പെട്ടെന്ന് ബോൺ ബ്രേക്സ് ആവാനും ബോണിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടുകയും ചെയ്യും. അത് വുമൺസിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങും വർക്കൗട്ടൊന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് ഈ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അസുഖങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നാച്ചുറൽ ചൈൽഡ് ബർത്ത് ഈസ് ഈസിയർ ഇൻ കേസ് ഓഫ് സ്ട്രോങ്ങർ വുമൺസ്. ഓക്കെ, നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വുമൺസിൻ്റെ മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്ത് നാച്ചുറൽ ചൈൽഡ് ബർത്തിനെ നമുക്ക് കൂടുതൽ മൂവ് ചെയ്യാൻ സാധിക്കും. ഈ സിസേറിയൻ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് നാച്ചുറൽ ചൈൽഡ് ബർത്ത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വുമൺ ബിക്കം ഫിസിക്കലി ഇൻഡിപെൻഡൻറ്റ് ഫോർ ഡെയിലി ടാസ്ക്. ഞാൻ പറഞ്ഞില്ലേ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, വീട്ടിലുള്ള പല തരത്തിലുള്ള ജോലികളും ഒരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം വുമൺസിന് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് വെയ്റ്റ് ട്രെയിനിങ് ടു വുമൺസ്. അപ്പോൾ ഏതൊക്കെയാണ്? ഇംപ്രൂവ്മെൻറ്റ് ഇൻ സ്ട്രെങ്ത് പെർഫോമൻസ്, weight training will help increase lean body mass, leading to an improved body composition and aesthetic appearance. Preventing of osteoporosis, natural childbirth is easier in case of stronger woman. One become physically independent for daily task. Okay, ഇനി അടുത്തതാണ് ഈ സെഷനിലെ ഈ മോഡ്യൂളിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് GPP. ഇത് നിങ്ങൾക്ക് എക്സാമിനൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇത് മറക്കരുത്. ഇതൊരു പുതിയ ടേമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കണം. GPP എന്ന് പറഞ്ഞാൽ ജനറൽ ഫിസിക്കൽ പ്രിപ്പയർഡ്നെസ്.
ഈ വാക്ക് ഓർമ്മിച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓൺ ലാംഗ്വേജിൽ ഇത് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ പറയാൻ സാധിക്കും. എന്ന് വെച്ചാൽ ജനറൽ ഫിസിക്കൽ പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ പൊതുവായുള്ള ഫിസിക്കൽ പ്രിപ്പയർഡ്നെസ്, പൊതുവായിട്ട് എബിലിറ്റി, നമ്മുടെ ശരീരത്തിന് പൊതുപരമായ ഡെയിലി ഉള്ള ആക്ടിവിറ്റീസ്, അന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ ഫിസിക്കലി നമുക്കെങ്ങനെ എഫക്റ്റീവായിട്ട് മോസ്റ്റ് എഫക്റ്റീവായി നമുക്ക് മുഴുവൻ ഇതോടെ എഫക്റ്റീവായിട്ട് ആ കാര്യങ്ങളെയൊക്കെ എങ്ങനെ നമുക്ക് നടത്താം എന്നുള്ളതാണ് പറയുന്നത്. എബിലിറ്റി ഓഫ് ദ ബോഡി ടു കംഫോർട്ടബിളി ടാക്കിൾ ഡെയിലി ലൈഫ് ആൻഡ് എമർജൻസി സിറ്റുവേഷൻസ് ദാറ്റ് നീഡ് ഫിസിക്കൽ എക്സേർഷൻ വിത്ത് അറ്റ്മോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എബിലിറ്റി, ശരീരത്തിൻ്റെ ക്ഷമത, കംഫോർട്ടബിളായിട്ട് അന്നുള്ള ആക്ടിവിറ്റീസും ഡെയിലി എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള സ്ട്രെങ്ത് ആക്ടിവിറ്റീസ് നമുക്ക് ഡെയിലി ചെയ്യേണ്ടി വരും. ഓക്കെ, വീട്ടിലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഗ്യാസ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറികൾ വാങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റി വയ്ക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരാളുടെ സഹായമില്ലാതെ നമ്മളെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില പോസ്റ്ററിലൊക്കെ ചില കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലുള്ള കുറുക്കുവേദന അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ അതൊന്നും സംഭവിക്കാതെ നമുക്ക് ഡെയിലി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്ത്, അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻസ്, ഇപ്പോൾ നമുക്ക് എമർജൻസി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ അസുഖം വന്ന് തറയിൽ വീഴുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി വീഴുകയോ അൺകോൺഷ്യസ് ആവുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് എമർജൻസി ആയിട്ട് അയാളെ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാതെ അവരെ നമുക്ക് എടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എഫക്റ്റീവായിട്ട് ചെയ്യാം. വിത്ത് അറ്റ്മോസ്റ്റ് എഫക്റ്റീവ് വെച്ചാൽ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യാം, അതിനെക്കുറിച്ചാണ് GPPയിൽ പറയുന്നത്, ജനറൽ ഫിസിക്കൽ പ്രിപ്പയർഡ്നെസ്. അപ്പോൾ എന്താണ് ജനറൽ ഫിസിക്കൽ പ്രിപ്പയർഡ്നെസ്? എബിലിറ്റി ഓഫ് ദ ബോഡി ടു കംഫോർട്ടബിളി ടാക്കിൾ ഡെയിലി ലൈഫ് ആൻഡ് എമർജൻസി സിറ്റുവേഷൻസ് ദാറ്റ് നീഡ് ഫിസിക്കൽ എക്സേർഷൻ വിത്ത് അറ്റ്മോസ്റ്റ് എഫിഷ്യൻസി. ഓക്കെ, കമ്പോണൻസ് ഓഫ് GPPയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? GPPയുടെ കമ്പോണൻസ് ആയിട്ട് നമുക്ക് പറയാം ഒരു 5 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഈ 5 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നിങ്ങൾ അടുത്ത മോഡ്യൂളുകളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഈ 5 കാര്യങ്ങളാണ് ഇനി അടുത്തായിട്ട് മോഡ്യൂളുകളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ 1 കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹാർട്ട്, റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ ലങ്സ്, എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു എൻഡ്യൂർ എന്ന് വെച്ചാൽ സ്റ്റാമിന നമുക്ക് കൊണ്ടെത്തിക്കാം. അപ്പോൾ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ എബിലിറ്റി ഓഫ് ദ ഹാർട്ട്, പിന്നെ ലങ്സ് ടു പ്രൊവൈഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ്, നമുക്ക് നല്ല രീതിയിലുള്ള ബ്ലഡ്, ഇത് വർക്കിംഗ് സ്കെൽറ്റൽ മസിൽസിനെല്ലാം എത്തിച്ചു കൊടുക്കുക ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ്, ഒരു ദീർഘകാലത്തേക്ക്, വിത്തൗട്ട് ഗെറ്റിംഗ് ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ തളരാതെ എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കുക. ഇത് നമുക്ക് സിമ്പിളായിട്ട് പറയാമെങ്കിൽ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും സ്റ്റാമിന നമുക്ക് ഇൻക്രീസ് ചെയ്യാം. കുറേ സമയത്തേക്ക് ഇത് നമുക്ക് കുറേ സമയത്തേക്ക് തളരാതെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇതിനെ നമുക്ക് എങ്ങനെ ചിട്ടപ്പെടുത്താം ഫിറ്റ്നസ്സിലൂടെ. അതിലാണ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസിൽ പറയുന്നത്. പിന്നെ മസ്കുലർ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസിൽസിന് ഒരു പ്രൊലോങ് പീരീഡ്, ഒരു ലോങ് ടൈമിലേക്ക് ഫെറ്റീഗ് ആവാതെ നമുക്കെങ്ങനെ ദൃഢപ്പെടുത്താം ഫിറ്റ്നസ്സിലൂടെ. അത് കഴിഞ്ഞ് മസ്കുലോ സ്കെലിറ്റൽ സ്ട്രെങ്ത് എന്നുവെച്ചാൽ മസ്കുലോസ്കെലിറ്റൽ എന്ന് പറഞ്ഞാൽ സ്കെലിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കെലിറ്റലിനോട് ചേർന്നിരിക്കുന്ന, നമ്മുടെ സ്കെലിറ്റൽ ബോൺസിലോട് ചേർന്നിരിക്കുന്ന വെച്ചാൽ ഇന്നർ മസിൽസിനെ എങ്ങനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാം ഫിറ്റ്നസ്സിലൂടെ, അതാണ് മസ്കുലോ സ്കെലിറ്റൽ സ്ട്രെങ്ത്. പിന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റിനെ നമുക്ക് അതൊരു മോഡ്യൂൾ തന്നെയുണ്ട്. പിന്നെ ഫ്ലെക്സിബിലിറ്റി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി 2 ഘടകങ്ങളാണ് ഉള്ളത്, എക്സ്റ്റെൻസിബിലിറ്റിയും എലാസ്റ്റിസിറ്റിയും. ഓക്കെ, ഒരു മസിലിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് എബിലിറ്റി ടു എക്സ്റ്റെൻഡ് ഓർ സ്ട്രെച്ച്,
ഓക്കെ, മസിൽസിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും സ്ട്രെച്ച് ചെയ്യാനും എത്ര എത്ര ആ ഒരു എഫിഷ്യൻറ്റ് സ്റ്റേറ്റിൽ വരെ സ്ട്രെച്ച് ചെയ്യാനും, പിന്നെ എലാസ്റ്റിസിറ്റി എന്നുവെച്ചാൽ എബിലിറ്റി ടു റിട്ടേൺ ടു ഒറിജിനൽ ലെങ്ത്, തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് സ്ട്രെച്ച്ഡ് പൊസിഷനിൽ നിന്ന് തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചെത്താനും സാധിക്കുന്നതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മസിൽസിന് അതിനെ സ്ട്രെച്ച് ആവാനും തിരിച്ച് പഴയ പൊസിഷനിലേക്ക് റീഗെയിൻ ചെയ്യാനും സാധിക്കുന്നതിന് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമത്തതായിട്ട് പറയുന്നതാണ് ഐഡിയൽ ബോഡി കോമ്പോസിഷൻ. ഒരു ഐഡിയൽ ബോഡി, മെന്നിനായാലും വുമണിനായാലും ഒരു ഐഡിയൽ ബോഡി, ഒരു ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ബോഡിയേക്ക് നമുക്കെങ്ങനെ വർക്കൗട്ടിലൂടെ സാധിച്ചെടുക്കാം. ഇതാണ് GPPയുടെ കമ്പോണൻസ് ഓഫ് GPP. അതിൽ പറയുന്നത് 5 കാര്യങ്ങൾ: കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ്, മസ്കുലർ എൻഡുറൻസ്, മസ്കുലോ സ്കെലറ്റൽ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, ഐഡിയൽ ബോഡി കോമ്പോസിഷൻ. ഓക്കെ, ഈ 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങളെ വെച്ചായിരിക്കും നിങ്ങളുടെ അടുത്ത മോഡ്യൂളുകൾ പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഹൈപ്പർട്രോഫിയെ കുറിച്ച് പറയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, അത് നമുക്ക് മസ്കുലർ എൻഡുറൻസിൻ്റെ അകത്താണ് വരുന്നത്. മസിൽസിലാണ് ഈ ഹൈപ്പർട്രോഫി നടക്കുന്നത്. ഓക്കെ, ഈ ഹൈപ്പർട്രോഫി എന്താണെന്ന് പറഞ്ഞാൽ ഈ മസിൽസിൻ്റെ ഗ്രോത്ത്, ആ ഒരു ഗ്രോത്തിൻ്റെ സ്റ്റേറ്റ്, ആ ഗ്രോത്തിൽ നടക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. നമ്മുടെ മസിൽസ് എങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത്? മസിൽസിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചെറിയ മൈക്രോ ആയിട്ടുള്ള ചെറിയ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. മസിൽ സെൽസിൽ ചെറിയ ടയർ സംഭവിക്കും. ഓക്കെ, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചെറിയ ടയർ സംഭവിക്കുമ്പോൾ ആ മസിൽസിന് അപ്പോൾ അത് എന്ത് ചെയ്യണം? റിപ്പയർ ചെയ്യണം. അത് റിപ്പയർ ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ നിന്ന് ന്യൂട്രീഷ്യൻസ് പ്രൊവൈഡ് ചെയ്യും. ബോഡി ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്ത് ആ മസിൽസിനെ റിപ്പയർ ചെയ്ത് അത് പഴയ സ്റ്റേജിൽ തന്നെ എത്തിക്കില്ല. ആ മസിൽ സെൽസിനെ വീണ്ടും സ്ട്രോങ്ങറാക്കും. ഓക്കെ, വീണ്ടും സ്ട്രോങ്ങറാക്കി റിപ്പയർ ചെയ്യും. റിപ്പയർ ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും ആ പഴയ രീതിയിലുള്ള വർക്കൗട്ട് നമ്മൾ ആ പഴയ അതേ വെയിറ്റ് കാര്യങ്ങളിലുള്ള വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കില്ല. അപ്പോൾ വീണ്ടും നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത്. അത് ഇനിയുള്ളതിൽ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയുന്നതേ ഉള്ളൂ എന്താണ് മസിൽ ഹൈപ്പർട്രോഫി എന്ന്. അപ്പോൾ നമുക്കിതാണ് ഇന്നത്തെ മൊഡ്യൂള്. നമുക്ക് ഇൻട്രൊഡക്ഷനാണ്. നമുക്ക് ആദ്യം തൊട്ട് നോക്കിയാൽ നമുക്ക് ഇന്നത്തെ മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത്, ഫിറ്റ്നസ് ആൻഡ് GPP, പിന്നെ നമുക്ക് എന്തൊക്കെ ടോപ്പിക് എന്ന് പഠിച്ചു. ഹെൽത്ത് എന്താണ്, ഫിറ്റ്നസ് എന്താണ്, ഗോൾ ഓഫ് ഫിറ്റ്നസ് പ്രൊഫഷൻ, പ്രൈമറി അല്ലെ ബേസിക് ഗോൾ ഓഫ് ഫിറ്റ്നസ് പ്രൊഫഷണൽ എന്താണ്, ടൈപ്സ് ഓഫ് ഏജിങ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഘടകങ്ങളിലാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഏജിങ് ഏതൊക്കെയാണ്, അതേപോലെ ഏജ് നമുക്ക് എങ്ങനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, പിന്നെ ലോഞ്ചിവിറ്റിയും റിട്ടയർമെൻറ്റും എന്താണ്, അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ്, റിലേഷൻ ബിറ്റ്വീൻ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് എന്തൊക്കെയാണ്, പിന്നെ ഒരു ഫിറ്റ്നസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ GPP എന്നാൽ എന്ത്, കോമ്പോണൻസ് ഓഫ് GPP. ഇതാണ് ഇന്ന് മൊത്തത്തിൽ പഠിച്ചത്. ഓക്കെ, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് പെത്തോളജി എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ഫങ്ഷൻ ഓഫ് ദ ബോഡി, സൈക്കോളജി എന്ന് പറഞ്ഞാൽ നോർമൽ ഫങ്ഷൻ ഓഫ് ദ ബോഡി. പിന്നെ ഫിറ്റ്നസ് എന്താണ്, ഫിറ്റ്നസിൻ്റെ ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഫിസിക്കൽ ക്യാപ്പബിലിറ്റി. ഫിറ്റ്നസ് ഈസ് ടാസ്ക് സ്പെസിഫിക്. ടാസ്കിനെ സംബന്ധിച്ചാണ് നമുക്ക് ഫിറ്റ്നസ് എന്താണെന്ന് പറയാം. പിന്നെ ഒരു ഫിറ്റ്നസ് പ്രൊഫഷൻ്റെ ബേസിക് ഗോൾ ക്ലയൻസിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, അയാളുടെ ജീവിതത്തിൻ്റെ ഫങ്ഷനാലിറ്റി, പെർഫോമൻസ് നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഏജിങ്ങിനെ എങ്ങനെയൊക്കെ കോമ്പാക്ട് ചെയ്ത് ഡീജനറേറ്റീവ് ഏജിങ്ങിനെ എങ്ങനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, ഏജിങ് പ്രോസസ്സിനെ. പിന്നെ ഏജിങ് ക്രോണോളജിക്കൽ ഏജും ഫിസിക്കൽ ഏജും, ടൈപ്സ് ഓഫ് ഏജ് 2 ഉണ്ട്. സമയത്തിനെ ആസ്പദമാക്കിയും നമ്മുടെ ഫിസിക്കൽ ഏജിനെ ആസ്പദമാക്കിയും. ഓക്കെ, പിന്നെ ലോഞ്ചിവിറ്റി, ഒരാൾ ദീർഘകാലമായിട്ട് എങ്ങനെ ഫിറ്റായിട്ട് നമുക്ക് ഇരിക്കാം. ഒരിക്കലും ഒരാളുടെ റിട്ടയർമെൻറ്റ് അയാളുടെ വയസ്സിനെ സംബന്ധിച്ചല്ല, അയാളുടെ ഫിസിക്കൽ ലെവൽ അല്ലെങ്കിൽ ഫിറ്റ്നസ് ലെവലിനെ സംബന്ധിച്ചാണ് അയാളുടെ റിട്ടയർമെൻറ്റ് കണക്കാക്കുന്നത്.
ഒരിക്കലും ഡെയിലി നമ്മുടെ അന്നന്ന് പോകുന്ന വയസ്സിനെ സംബന്ധിച്ചല്ല, ഡെയിലി ആക്ടിവിറ്റിയും നമ്മൾ എന്തൊക്കെ ഫിറ്റ്നസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നും കണക്കാക്കിയാണ് റിട്ടയർമെൻറ്റ് നമുക്ക് പറയുന്നത്. ഓക്കെ, പിന്നെ ഫിറ്റ്നസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ പറയാം നമുക്ക് സിമ്പിളായിട്ട്. ബോൺ ഡെൻസിറ്റി, ജോയിൻറ്റ് സ്ട്രെങ്ത്, മൊബിലിറ്റി, എൻഡ്യൂറൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിൻ്റെ പ്രോസസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. സ്പോർട്സും ഫിറ്റ്നസ്സും എന്തൊക്കെയാണ്? സ്പോർട്സും ഫിറ്റ്നസ്സിൻ്റെയും റിലേഷൻ എന്താണ്? ഫിറ്റ്നസ് ഒരിക്കലും സ്പോർട്സിൻ്റെ ഔട്ട്കം അല്ല, സ്പോർട്സിൽ റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഫിറ്റ്നസ്. ഓക്കെ, പിന്നെ വെയ്റ്റ് ട്രെയിനിങ് സീനിയർ സിറ്റിസണിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിനാണ് പിന്നെ പറഞ്ഞത്. അതുപോലെ തന്നെ വെയ്റ്റ് ട്രെയിനിങ് വുമൺസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് പിന്നെ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് GPP എന്താണെന്ന് പറഞ്ഞു. GPP എന്ന് പറഞ്ഞാൽ പൊതുവായ കായികക്ഷമത, നമ്മുടെ ശരീരത്തിൻ്റെ പൊതുവായ ക്ഷമത, എബിലിറ്റി ഓഫ് ദി ബോഡി ടു കംഫോർട്ടബിളി ടാക്കിൾ ഡെയിലി ലൈഫ് ആൻഡ് എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് നീഡ് ഫിസിക്കൽ എക്സേഷൻ വിത്ത് അറ്റ്മോസ്റ്റ് എഫിഷ്യൻസി. നമുക്ക് എങ്ങനെ എഫിഷ്യൻ്റായിട്ട് അന്നുള്ള കാര്യങ്ങളെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകാം, അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻസിനെ എങ്ങനെ നേരിടാം. ഓക്കെ, പിന്നെ കമ്പോണൻസ് ഓഫ് GPPയിൽ പറഞ്ഞതാണ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്, മസ്കുലർ എൻഡ്യൂറൻസ്, മസ്കുലോ സ്കെലറ്റൽ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, ഐഡിയൽ ബോഡി കോമ്പോസിഷൻ. ഇതിനെ ആസ്പദമാക്കിയായിരിക്കും ഇനിയുള്ള വരുന്ന മോഡ്യൂളുകൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അവസാനത്തെ സെഷനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരികയാണ്. ഇത് നിങ്ങൾ കീപ്പ് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കീപ്പ് ചെയ്യാനുള്ള കാര്യമാണ്. അസൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരാളെ കൗൺസിൽ ചെയ്ത് ഇമ്പോർട്ടൻസ് ഓഫ് വർക്കൗട്ടിൻ്റെ GPP എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് എങ്ങനെ ആൻറ്റി ഏജിങ് അതുപോലത്തെ പ്രോസസ്സുകൾ ഫിറ്റ്നസ്സിലൂടെ നമുക്ക് കൈവരിക്കാം എന്നുള്ളത് കൗൺസിൽ ചെയ്ത് നമ്മൾ അറിയിക്കണം. ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരെയാണ് കൗൺസിൽ ചെയ്യാനുള്ളത്? 3 തരം ആൾക്കാരെ കൗൺസിൽ ചെയ്യണം. ഒരു ടീനേജ് ആയിട്ടുള്ള വ്യക്തി, പിന്നെ ഒരു ഓൾഡർ അഡൽട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയസ്സായ ഒരാളടുത്ത് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വുമണിന് ഒരു സ്ത്രീക്ക് നമ്മൾ വർക്കൗട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അയാൾ വർക്കൗട്ട് ചെയ്യുന്നോ അതോ ഇല്ലയോ, എന്താണ് അയാളുടെ റെസ്പോൺസ് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കൗൺസിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും വിയേർഡായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ആൻസർ എന്തെങ്കിലും കിട്ടിയിട്ട് നിങ്ങൾക്ക് അതിനെ തിരിച്ച് കൗൺസിൽ ചെയ്ത് മറുപടി പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഷെയർ ചെയ്താൽ മതി. അതെങ്ങനെ കൗൺസിൽ ചെയ്ത് നിങ്ങൾക്ക് പറയാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ കഴിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഈ സെഷനിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.